ഹായ്, എല്ലാവർക്കും കിച്ചൺ ഹണ്ടിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ചിക്കൻ മസാല തേച്ച് വയ്ക്കണം. അതിന് വേണ്ടി വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മുട്ട പൊട്ടിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പുപൊടി ആവശ്യത്തിന് ഞാനിവിടെ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, നല്ല ജീരകം ചതച്ചത് 1/4 ടീസ്പൂൺ. നിങ്ങളുടെ കയ്യിൽ ജീരകപ്പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാനിവിടെ 300 ഗ്രാം എടുത്തിട്ടുണ്ട്. നേരത്തെ കഴുകി വെള്ളമൊക്കെ പോയതാണ്. വെള്ളം ഒട്ടുമില്ലാതെ വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നന്നായി നമ്മുടെ മസാല തേച്ച് പിടിപ്പിക്കാം. ഇത് ഞാൻ നാളത്തേക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. തലേ ദിവസം ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ടേസ്റ്റ് കൂടും. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിലും ഒരു 2-3 മണിക്കൂർ മുമ്പെങ്കിലും മസാല തേച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. ചിക്കൻ ചെറിയ പീസായിരിക്കണം, എല്ലില്ലാത്തത്. ഇനി നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി 2-3 മണിക്കൂറാണ് മസാല തേച്ച് വെക്കുന്നതെങ്കിലും ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. മസാല തേച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ചിക്കൻ ഞാനിവിടെ ഇന്നലെ മസാല തേച്ച് വെച്ചതായിരുന്നു. ഇപ്പോൾ തണുപ്പൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചായിരുന്നു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പീസ് ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ചിക്കൻ ഒരു സൈഡ് ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് ആ ഭാഗം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ, കാരണം വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിനി കൂടുതൽ ചിക്കൻ എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ച് മസാല ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. സവാള വഴറ്റാൻ വേണ്ടി ഞാൻ അതേ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് മാറ്റിയിട്ടുണ്ട് എണ്ണ. ഞാൻ ഇവിടെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതേ എണ്ണ തന്നെ സവാള വഴറ്റുണ്ടെങ്കിൽ ഫ്രഷ് എണ്ണ ഉപയോഗിക്കാം. ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്, നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത്, 1 പച്ചമുളക് നെടുകെ കീറിയിട്ടിട്ടുണ്ട്, 2 കറിവേപ്പില തണ്ടും. ഇനി നമുക്കിത് നന്നായി മുരിയിച്ചെടുക്കണം. വെളുത്തുള്ളി ചെറിയ അല്ലിയാണെങ്കിൽ 5 എണ്ണം എടുക്കാം, ചെറുതാണെങ്കിൽ 3 എണ്ണം മതിയാകും. ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാള ഒന്ന് നല്ല ഫ്രൈ ആയി വരണം.
തീ സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതി. തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. സവാള ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർക്കണം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടി ചേർക്കാം. ഇതും നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ചിക്കൻ 65 അന്വേഷിച്ച് ഹോട്ടലിൽ പോകാണ്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാമല്ലോ. തീർച്ചയായും ഇതെല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം. ശുഭദിനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.